കോൺഗ്രസിൽ വീണ്ടും കോഴ ആരോപണവും പൊട്ടിത്തെറിയും. കെ.സി. വേണുഗോപാലിനെതിരെ സീറ്റ് കോഴ ആരോപണം ഉന്നയിച്ച് തമിഴ്നാട് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് ഹസീന സെയ്ദ്. അൽക്കാലാമ്പയ്ക്കും കെ.സി. ആൻഡ് കമ്പനിക്കുമെതിരെ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് പരാതി നൽകേണ്ടി വരുമെന്നും തെളിവുകൾ ഉണ്ടെന്നും ഹസീന സെയ്ദ് പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു തലവൂർ ചേരുകയാണ് ദില്ലിയിൽ നിന്നും. വിഷ്ണു, ഏതായാലും വ്യാപകമായ പണപ്പിരിവാണ് കോൺഗ്രസ്, കെ.സി. വേണുഗോപാൽ, കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയത്. ഏറ്റവും ഒടുവിൽ കർണാടകയ്ക്കും തെലങ്കാനയിലും അതോടൊപ്പം തന്നെ ഹരിയാനയ്ക്കും പിന്നാലെ തമിഴ്നാട്ടിലും ഇത്തരത്തിൽ സീറ്റിന് കുഴ വാങ്ങിയെന്നാണോ? എന്താണ് ഇപ്പോൾ ഹസീന സെയ്ദ് ആരോപിച്ചിരിക്കുന്നത്? പുതിയ പുതിയ പേരുകൾ വരികയാണല്ലോ ഈ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട്. തമിഴ്നാട് മഹിളാ കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന ഹസീന സെയ്ദ് പാർട്ടിയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചത്. ആ രാജി പ്രഖ്യാപിച്ചപ്പോൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയത് തമിഴ്നാട്ടിൽ കോൺഗ്രസ് സീറ്റ് നൽകുന്നത് ഇത്തരത്തിൽ പണം വാങ്ങിക്കൊണ്ടാണ് സീറ്റ് നൽകുന്നത്. അതിൽ ഒരു പെയ്ഡ് സീറ്റാണ്, അർഹതപ്പെട്ടവർക്കല്ല സീറ്റ് ലഭിക്കുന്നത്, പെയ്ഡ് സീറ്റാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു രാജിവെച്ചത്. എന്തായാലും അതിന് പിന്നാലെ മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്കാലാമ്പ ഹസീന സെയ്ദിനെ പുറത്താക്കി എന്ന് കാണിച്ചുകൊണ്ട് ഒരു ഉത്തരവ് നൽകിയിരുന്നു. അതിലാണ് ഇപ്പോൾ വലിയ ഒരു രൂക്ഷ വിമർശനവുമായി ഹസീന സെയ്ദ് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. അൽക്കാലാമ്പയ്ക്ക് അയച്ചിരിക്കുന്ന ഇമെയിൽ ഉൾപ്പെടെ എക്സിൽ പങ്കുവെച്ചുകൊണ്ടാണ് ഹസീന സെയ്ദ് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസിനകത്ത് വനിതകൾക്ക് അപമാനം മാത്രമാണ് നേരിടേണ്ടി വരുന്നത്. ഇത് സഹിച്ച് നിങ്ങൾ നിന്നോളൂ, എനിക്ക് അത്തരത്തിൽ അപമാനം സഹിച്ച് കോൺഗ്രസിനകത്ത് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ അൽക്കാലാമ്പയോട് അതിരൂക്ഷമായി തന്നെ ഹസീന സെയ്ദ് വിമർശിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അൽക്കാലാമ്പ അവരുടെ അഹങ്കാരമൊക്കെ അൽക്കാലാമ്പയുടെ കാമുകനായിട്ടുള്ള കെ.സി. വേണുഗോപാലിന് മുന്നിൽ അത്തരത്തിൽ ആ ഒരു അഹങ്കാരം കാണിച്ചാൽ മതി, തന്റെ മുന്നിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അൽക്കാലാമ്പ ഇത്തരത്തിൽ ആഡംബര ജീവിതം നയിക്കുന്നത് ഈ മഹിളാ കോൺഗ്രസിൽ ഉൾപ്പെടെ അംഗത്വം എടുക്കാൻ ആളുകൾ നൽകുന്ന മെമ്പർഷിപ്പ് ഫീസ് കൊണ്ടാണ് അൽക്കാലാമ്പ ഇത്തരത്തിൽ ആഡംബര ജീവിതം നയിക്കുന്നത്. അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ടാണ് അൽക്കാലാമ്പയും അവരുടെ കെ.സി. ആൻഡ് കമ്പനിയും വലിയ തട്ടിപ്പുകൾ, സാമ്പത്തിക തട്ടിപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്റെ കയ്യിൽ ഇതിന്റെയൊക്കെ തന്നെ തെളിവുകളുണ്ട്. ഇനിയും തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ പോലീസിൽ പരാതി നൽകി FIR രജിസ്റ്റർ ചെയ്യേണ്ടി വരും. കാരണം കെ.സി. ആൻഡ് കമ്പനിക്കെതിരെ അവർ നടത്തുന്ന അഴിമതിക്കെതിരെയുള്ള തെളിവുകളൊക്കെ തന്റെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ മഹിളാ കോൺഗ്രസ് മുൻ അധ്യക്ഷയായിരുന്ന ഹസീന സെയ്ദ് അൽക്കാലാമ്പയ്ക്ക് അയച്ചിരിക്കുന്ന കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. വിഷ്ണു, ഈ സാഹചര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹരിയാനയിലെ കോൺഗ്രസ് നേതാവിന് സീറ്റ് വാഗ്ദാനവും അല്ലെങ്കിൽ നിയമസഭാ സീറ്റ് അല്ലെങ്കിൽ ഹരിയാന മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നൽകാമെന്നതായിരുന്നു. ആ മഹിളാ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ പദവിയിലിരിക്കുന്ന അൽക്കാലാമ്പയാണെങ്കിൽ കെ.സി. വേണുഗോപാലും അൽക്കാലാമ്പയും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇങ്ങനെയൊരു ഉറപ്പ് ഹരിയാനയിലെ നേതാവിന് നൽകിയത്. സമാനമായ സാഹചര്യം തന്നെയല്ലേ തമിഴ്നാട്ടിലും ഉയർന്നു വരുന്നത്? അതായത് അവർ പ്രയോഗിച്ചിരിക്കുന്ന പദമാണ് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്നു. കെ.സി. ആൻഡ് കമ്പനി വലിയ തരത്തിൽ പണപ്പിരിവ് കോഴ നടത്തി തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അതായത് ഇപ്പോൾ ഹസീന സെയ്ദ് കൃത്യമായി തന്നെ ആ ഒരു ഇമെയിലിൽ പറഞ്ഞിരിക്കുന്നത് കെ.സി. ആൻഡ് കമ്പനി എന്നൊരു വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം മഹിളാ കോൺഗ്രസ് അധ്യക്ഷയായിട്ടുള്ള അൽക്കാലാമ്പയും കെ.സിയും തമ്മിൽ അത്രത്തോളം വലിയ ബന്ധമുണ്ട്. അതാണ് ഈ മെയിൽ അയക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് അൽക്കാലാമ്പയുടെ ഈഗോ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള കെ.സി. വേണുഗോപാലിന്റെ മുന്നിൽ കാണിച്ചാൽ മതി, അല്ലാതെ തന്റെ മുന്നിൽ അത്തരത്തിൽ അഹങ്കാരം കാണിക്കേണ്ട കാര്യമില്ല എന്നതാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷമാണ് ഹസീന സെയ്ദ് പറയുന്നത് അൽക്കാലാമ്പയും അവരുടെ കെ.സി. ആൻഡ് കമ്പനിയും ഇത്തരത്തിൽ നിരവധി തട്ടിപ്പുകൾ നടത്തുന്ന ഒരു കമ്പനിയാണ്. അതിനെതിരെയുള്ള നിരവധി തെളിവുകൾ തന്റെ കൈവശമുണ്ട്. അത് പരാതിപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് എന്തായാലും ഹസീന സെയ്ദ് നൽകുന്നത്. അതായത് കോൺഗ്രസിനെതിരെ വ്യാപകമായിട്ടുള്ള ആരോപണമാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത്. അത് ഹരിയാനയിൽ മാത്രമല്ല, ബീഹാറിൽ സമാന പരാതി ഉയർന്നു വന്നിരുന്നു. ബീഹാറിലും ഒരു സീറ്റിന് 7 കോടി രൂപ വീതം വാങ്ങിയെന്നൊരു ആരോപണം ബീഹാറിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. ഹരിയാനയിൽ സമാന ആരോപണം ഉയർന്നു വന്നിരുന്നു. മഹാരാഷ്ട്രയിൽ, മധ്യപ്രദേശ്
ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്നത്. അതിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ ഈ 23-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തമിഴ്നാട്ടിലും സമാനമായിട്ടുള്ള ആരോപണം പരാതി ഉയർന്നു വരികയും കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ആയിരുന്ന ഹസീന സയ്യിദിനെ രാജിവെക്കേണ്ടി വന്നിരിക്കുന്നത്. സിജു. ശരി, വിഷ്ണു തലവൂരാണ് കോൺഗ്രസിൽ KC വേണുഗോപാലിനെതിരെ ഉയർന്നിരിക്കുന്ന പുതിയ കോഴ ആരോപണത്തിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചത്. ഹസീന സയ്യിദ് എന്ന് പറയുന്ന തമിഴ്നാട് മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷ അവർ രാജിവെച്ചിരിക്കുന്നു. വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് KC ആൻഡ് കമ്പനിക്കുമെതിരെ അൽക്കാലാമ്പയ്ക്കുമെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും KC ആൻഡ് കമ്പനി പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കൂടി വിഴുങ്ങുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു എന്ന സംശയങ്ങൾ കൂടി ഈ സാഹചര്യത്തിൽ ഉയരുകയാണ്. നെഹ്റു കുടുംബത്തിന് പുറത്ത് KC വേണുഗോപാൽ വലിയ കച്ചവടം നടത്തുകയാണ്. വിവരങ്ങളാണ് വിഷ്ണു തലവൂർ പങ്കുവച്ചത്.